എല്ലാവർക്കും മല്ലുവുഡിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ലോക, ഡൊമിനിക്, തലവര തുടങ്ങിയ സിനിമകളുടെ OTT അപ്ഡേറ്റാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ഇതുപോലത്തെ OTTക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ആദ്യത്തെ ഒരു അപ്ഡേറ്റ് പുള്ളി എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. 2023 സിനിമ റിലീസായത്. ഇപ്പോഴിതാ ഇന്ന് മനോരമ മാക്സിൽ പുള്ളി സിനിമ OTT റിലീസ് ചെയ്തിട്ടുണ്ട്. ഇതൊരു മലയാള സിനിമയാണ്. അടുത്തൊരു അപ്ഡേറ്റ് ഒരു സീരീസുമായി ബന്ധപ്പെട്ടതാണ്. ജനാവർ എന്നാണ് സീരീസിന് പേര്. ഇതൊരു ഹിന്ദി സീരീസാണ്. ഈ ഒരു ക്രൈം ത്രില്ലർ സീരീസ് C5 ഇന്ന് OTT റിലീസ് ചെയ്തിട്ടുണ്ട്. അടുത്തൊരു അപ്ഡേറ്റ് ഗെറ്റ് സെറ്റ് ബേബി എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. നല്ലൊരു ഫാമിലി മൂവിയായിരുന്നു ഗെറ്റ് സെറ്റ് ബേബി. ഒരുപാട് പ്രേക്ഷകർക്ക് സിനിമ ഇഷ്ടപ്പെട്ടു. തിയേറ്ററുകളിൽ നല്ല രീതിയിൽ വിജയിച്ച സിനിമയാണ് ഗെറ്റ് സെറ്റ് ബേബി. ഉണ്ണിമുകുന്ദൻ നായകനായ സിനിമയുടെ OTT ഇതുവരെ വന്നിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോൾ അവസാനം മനോരമ മാക്സ് ഗെറ്റ് സെറ്റ് ബേബി വാങ്ങിച്ചിരിക്കുകയാണ്. സിനിമ ഒക്ടോബർ മാസം 2 മുന്നേ OTT റിലീസ് ചെയ്യുമെന്ന റിപ്പോർട്ടാണ് വന്നിരിക്കുന്നത്. അടുത്തൊരു അപ്ഡേറ്റ് ദി ഗെയിം എന്ന സീരീസുമായി ബന്ധപ്പെട്ടതാണ്. ശ്രദ്ധ നായക സീരീസാണ് ദി ഗെയിം. ഇതൊരു തമിഴ് സീരീസാണ്. ഒക്ടോബർ മാസം 2 നെറ്റ്ഫ്ലിക്സിലാണ് ഈ സീരീസ് റിലീസാവുന്നത്. മലയാളത്തിലും ഈ സീരീസ് അന്ന് വരുന്നുണ്ട്. അടുത്തൊരു അപ്ഡേറ്റ് ജിൻ എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഇതൊരു ഹൊറർ കോമഡി മൂവിയാണ്. സൗബിൻ ഷാഹിറാണ് സിനിമയിലെ നായകൻ. തിയേറ്ററുകളിൽ എവറേജ് അഭിപ്രായമാണ് ജിന്നി സിനിമ നേടിയെടുത്തത്. ഈ സിനിമ ഇറങ്ങിയിട്ട് വർഷങ്ങളായി. ഇതുവരെ OTT റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോഴിതാ ആമസോൺ പ്രൈമാണ് ജിന്നി വാങ്ങിച്ചിരിക്കുന്നത്. ഒക്ടോബർ മാസം ഫസ്റ്റ് വീക്കോട് കൂടി ജിന്നി സിനിമ OTT റിലീസ് ചെയ്യും. അടുത്തൊരു അപ്ഡേറ്റ് മേനെ പ്യാർ കിയ എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഓണത്തിനാണ് സിനിമ റിലീസായത്. നല്ല അഭിപ്രായമാണ് സിനിമയ്ക്ക് ലഭിച്ചത്. ഇപ്പോഴിതാ മേനെ പ്യാർ കിയ എന്ന സിനിമ OTT റിലീസിന് ഒരുങ്ങുകയാണ്. ആമസോൺ പ്രൈമാണ് സിനിമയുടെ OTT അവകാശം വാങ്ങിച്ചിട്ടുള്ളത്. ഒക്ടോബർ മാസം 2 മേനെ പ്യാർ കിയയുടെ OTT റിലീസ്. അടുത്തൊരു അപ്ഡേറ്റ് രാമചന്ദ്ര ബോസൺകോ എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. 2023 സിനിമ റിലീസായത്. നല്ല അഭിപ്രായമാണ് രാമചന്ദ്രയ്ക്ക് ലഭിച്ചത്. നിവിൻ പോളിയാണ് സിനിമയിലെ നായകൻ. ഇതുവരെ സിനിമ OTT റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഒരുപാട് താരനിര രാമചന്ദ്രയിൽ അഭിനയിച്ചിട്ടുണ്ട്. കോമഡി ആക്ഷൻ മൂവിയാണ് രാമചന്ദ്ര. ഇപ്പോഴിതാ ആമസോൺ പ്രൈം രാമചന്ദ്രയുടെ OTT വാങ്ങിച്ചെന്ന റിപ്പോർട്ടാണ് കാണാനുള്ളത്. ഒക്ടോബർ മാസം 10 മുന്നേ രാമചന്ദ്ര OTTയിലെത്തും. അടുത്തൊരു അപ്ഡേറ്റ് ലിറ്റിൽ ഹാർട്സ് എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഇതൊരു തെലുങ്കു സിനിമയാണ്. ഇതൊരു റൊമാനിക്കൽ മൂവിയാണ്. ഈ ലിറ്റിൽ ഹാർട്ട് എന്ന സിനിമ തിയേറ്ററുകളിൽ ഹിറ്റായിട്ടുണ്ടായിരുന്നു. ഇപ്പോഴിതാ ETV വഴി ഒക്ടോബർ മാസം 1 ഈ റൊമാനിക്കൽ മൂവി റിലീസാവുന്നത്. ചിലപ്പോൾ മലയാളം വെർഷനും വന്നേക്കും. അടുത്തൊരു അപ്ഡേറ്റ് കർണൻ നെപ്പോളിയൻ ഭഗത് സിംഗ് എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. നല്ലൊരു ഇൻവെസ്റ്റിഗേഷൻ സിനിമയായിരുന്നു കർണൻ നെപ്പോളിയൻ ഭഗത് സിംഗ്. 2023 സിനിമ റിലീസായത്. ഒരുപാട് പേർക്ക് സിനിമ ഇഷ്ടപ്പെട്ടു. പുതുമുഖ താരങ്ങളായതുകൊണ്ട് സിനിമ അധികം നാൾ തിയേറ്ററുകളിൽ ഓടിയില്ല. ഇപ്പോഴിതാ ഈ ഒരു ത്രില്ലർ സിനിമ ആമസോൺ പ്രൈമിൽ റിലീസാകാൻ പോവുകയാണ്. ഒക്ടോബർ മാസം ഫസ്റ്റ് വീക്കോട് കൂടി കർണൻ നെപ്പോളിയൻ ഭഗത് സിംഗ് റിലീസാക്കും. അടുത്തൊരു അപ്ഡേറ്റ് ബസൂക്ക എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. നല്ല ഹൈപ്പോട് കൂടിയാണ് ബസൂക്ക തിയേറ്ററുകളിൽ എത്തിയത്. പക്ഷേ വന്ന വേഗത്തിനേക്കാൾ സിനിമ പെട്ടെന്ന് വാഷൗട്ടിലേക്ക് പോയി. വളരെ മോശം അഭിപ്രായമാണ് സിനിമയ്ക്ക് തിയേറ്ററിൽ നിന്ന് ലഭിച്ചത്. ഇപ്പോഴിതാ C5 ആണ് സിനിമയുടെ OTT വാങ്ങിച്ചിട്ടുള്ളത്. 3 മാസം മുന്നേ C5 OTT വാങ്ങിച്ചു. പക്ഷേ ഇത്രയും കാലമായിട്ട് ബസൂക്ക OTTയിൽ വരുന്നില്ല. ഇപ്പോഴിതാ ബസൂക്കയുടെ കാര്യം തീരുമാനമായിരിക്കുകയാണ്. ഒക്ടോബർ മാസം 5 മുന്നേ ബസൂക്ക സിനിമ C5 റിലീസാക്കും. അടുത്തൊരു അപ്ഡേറ്റ് തലവര എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. പേര് പോലെ തന്നെ ഈ സിനിമയ്ക്ക് തലവര ഉണ്ടായിരുന്നില്ല. നല്ല അഭിപ്രായങ്ങൾ നേടിയിട്ടും തലവര വിജയിച്ചില്ല. ഓണത്തിന് വലിയ സിനിമകളുടെ ഇടയിലാണ് തലവര വന്നത്. അതുകൊണ്ട് പോസിറ്റീവ് കിട്ടിയിട്ടും പരാജയപ്പെട്ട സിനിമയാണ് തലവര. അർജുൻ അശോകനാണ് സിനിമയിലെ നായകൻ. ഇപ്പോഴിതാ തലവര സിനിമ OTTയിലേക്ക് വരാൻ പോവുകയാണ്. ആമസോൺ പ്രൈമാണ് തലവരയുടെ OTT വാങ്ങിച്ചിട്ടുള്ളത്. സിനിമ ഒക്ടോബർ മാസം ഫസ്റ്റ് വീക്കിനാണ് OTT റിലീസ്. അടുത്തൊരു അപ്ഡേറ്റ് ഡൊമിനിക് എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. മമ്മൂട്ടി നായകനായ സിനിമയാണ് ഡൊമിനിക്. തിയേറ്ററുകളിൽ ഫ്ലോപ്പായ സിനിമയാണ് ഡൊമിനിക്. നല്ലൊരു ഇൻവെസ്റ്റിഗേഷൻ്റെ കഥയാണ് സിനിമ പറഞ്ഞു പോയത്. എന്നിട്ട് സിനിമയ്ക്ക് വിജയിക്കാൻ സാധിച്ചില്ല. OTTക്കാർക്ക് പോലും ഡൊമിനിക്കിനെ ആവശ്യമുണ്ടായിരുന്നില്ല. മാസങ്ങളായിട്ടും ഇതുവരെ ആരും തന്നെ ഡൊമിനിക്കിന് OTT വാങ്ങിച്ചിട്ടുണ്ടായിരുന്നില്ല. എന്നാൽ ഇപ്പോൾ കുറഞ്ഞ പൈസയ്ക്ക് ഡൊമിനിക്കിന് OTT വിറ്റിരിക്കുകയാണ്. ആമസോൺ പ്രൈമാണ് വാങ്ങിച്ചിരിക്കുന്നത്. ഒക്ടോബർ മാസം ഫസ്റ്റ് വീക്ക്, അതായത് അടുത്ത ആഴ്ചയായിരിക്കും ഡൊമിനിക്കിൻ്റെ OTT റിലീസ്. അവസാനത്തെ അപ്ഡേറ്റ് ലോക എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഓണത്തിന് റിലീസായ സിനിമയാണ് ലോക ചാപ്റ്റർ 1 ചന്ദ്ര. തിയേറ്ററിൽ നിന്ന് നല്ല അഭിപ്രായമാണ് സിനിമ നേടിയെടുത്തത്. ഇൻഡസ്ട്രി ഹിറ്റിലേക്കാണ് ലോക നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഒരുപക്ഷെ ഉടനെ തന്നെ 300 കോടി ക്ലബിൽ സിനിമ ഇടം പിടിച്ചേക്കും. OTT അവകാശം ചോദിച്ചിട്ടും ആർക്കും തന്നെ ദുൽഖർ സൽമാൻ ലോകയുടെ OTT കൊടുത്തിട്ടില്ല. ലോകയുടെ സെക്കൻഡ് പാർട്ട് വരെ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ടോവിനിയാണ് ഇതിലെ മെയിൻ
നായകൻ. ഇപ്പോഴിതാ കാത്തിരിപ്പ് അവസാനിച്ചിരിക്കുകയാണ്. ലോക സിനിമയുടെ OTT ഒക്ടോബറിൽ വരുമെന്ന് കൺഫേം ആയിരിക്കുകയാണ്. ഒക്ടോബർ 5-ന് മുന്നേ ലോക സിനിമ OTTയിലെത്തും. അപ്പോൾ നിങ്ങൾ കാത്തിരിക്കുന്ന OTT മൂവി ഏതാണ്? അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. ഇതുപോലത്തെ OTTക്ക് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.